പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് കണ്ണൂർ ജില്ലയിലെ വെള്ളച്ചാലിനടുത്ത് മരമുറിയൻ ചാത്തോത്ത് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ പോയി. അവിടെ ഒരു കോമരമുണ്ട്. ആ കോമര കുളിച്ചിട്ട് കിണ്ടിയിൽ വെള്ളവും അതുപോലെ ഒരു കയ്യിൽ തുളസിയുമായിട്ട് ഇങ്ങോട്ട് വരുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്നെ അവിടെ കണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ ശരിക്കും ഒരു 20 വർഷം മുന്നേ മരിച്ച് മണ്ണാവേണ്ട ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാകെ ഞെട്ടിപ്പോയി, അമ്പരന്ന് പോയി, ഞാനും എൻ്റെ കസിനും കൂടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂജാമുറകളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് റൂമിൽ വന്ന് ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങൾ പോയി. ഞാൻ ചോദിച്ചു, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്? 20 കൊല്ലം മുന്നേ എങ്ങനെ മരിച്ച് മണ്ണിൽ അലിയേണ്ട ആളായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം എൻ്റെ ആദ്യത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ വയറ്റിൽ നിന്നാണ്. 5 മാസമോ 6 മാസമോ ആയപ്പോഴും അമ്മ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം പറയുന്നില്ല, അമ്മ പ്രഗ്നൻ്റ് ആയതിന് ശേഷം പ്രസവിക്കുന്നവരെയും ഒരേ ഛർദിയാണ്, ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഒരേ ഛർദി. അപ്പോൾ ആ ഒരു അവസ്ഥ നോക്കിയിട്ട് 10 മാസം ഇങ്ങനെ ഛർദിച്ച് എൻ്റെ 2 ഏട്ടന്മാരെ പ്രസവിച്ച് 3ാമത് ഞാൻ വരുമ്പോഴേക്ക് ഈ ഒരു അവസ്ഥ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ അബോർഷനുള്ള മരുന്ന് കഴിച്ചു. എൻ്റെ 5 or 6 മാസത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് 1.5 വയസ്സായി. ആ 1.5 വയസ്സായപ്പോൾ എന്നെ എടുത്ത് എറിഞ്ഞു. അമ്മയല്ല, പക്ഷേ ആ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഒരു 10 മീറ്റർ അപ്പുറത്തേക്ക് എറിഞ്ഞ്. എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്, ഒരു വാഴക്കുണ്ട, അവിടെ കുറച്ച് ചേമ്പൊക്കെ ഉണ്ട്, അവിടെയാണ് ഞാൻ പോയി വീണത്. അങ്ങനെ 2ാമത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ 3ാമത്തത് ഞാൻ ഗൾഫിൽ പോയത് 1992-ലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് പോയത്. അപ്പോൾ അവിടുന്ന് ഫ്രണ്ടിൻ്റെ മെൻ്റൽ ടോർച്ചറിങ് ഭയങ്കരമായിരുന്നു. എനിക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയപ്പോൾ ഞാൻ അവിടുന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു. അവിടുന്നും രക്ഷപ്പെട്ട് 3ാമത്. പിന്നെ ഫ്രണ്ടിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ളതായിരിക്കും, അല്ലാതെ ഒരാളെ കുറ്റം പറയാൻ പാടില്ലല്ലോ. എന്തായാലും അവിടുന്ന് രക്ഷപ്പെട്ട് അതിന് ശേഷം ഗൾഫിൽ നിന്ന് തന്നെ അതേ വർഷം തന്നെ 3 പ്രാവശ്യം ഷോക്കടിച്ച് തെറിച്ച് വീണ് 3 പ്രാവശ്യമാണ്. അപ്പോൾ ആ 3 പ്രാവശ്യം വീണ്ടും രക്ഷപ്പെട്ട്. അപ്പോൾ അതേപോലെ പിന്നെ എൻ്റെ ശരീരത്തിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പ്, ഞാൻ ഒരു വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് രാത്രി ഉഗ്രവിഷമുള്ള പാമ്പ് തലയിൽ വീണ് തലയിൽ നിന്നിങ്ങനെ നിലത്തേക്ക് ഇഴഞ്ഞിട്ട് അങ്ങോട്ട് പോയി. എന്തോ ഭാഗ്യത്തിന് കടിച്ചില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഉഗ്രവിഷമുള്ള പാമ്പാണ്. എന്താ പേരെനിക്കറിയില്ല, മൂർഖനിൽ എന്തായാലും. പിന്നെ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട്. പിന്നെ അതിന് ശേഷം മൂർഖൻ്റെ മുന്നിൽ നിന്ന് പല പ്രാവശ്യം മൂർഖൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഉഗ്രവിഷമുള്ള വേറെയും പാമ്പുകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ എനിക്ക് മലേറിയ വന്നിട്ടുണ്ടായിരുന്നു ഒരു 10-14 വയസ്സിൽ. അന്നത്തെ കാലം മലേറിയ എന്ന് പറയുമ്പം ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ എല്ലാ വർഷം 3 വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് ആ രോഗം വന്നിട്ടുണ്ടായിരുന്നു. അതും പെട്ടെന്നായിരിക്കും, കൊടും വെയിലത്തായിരിക്കും ഇത് സംഭവം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് എത്ര കമ്പിളി ഇട്ടാലും വിറ മാറില്ല. ഈ അസുഖം വന്നവർക്കറിയാം. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ ഒരു 1991-ലും ഇതേപോലെ എനിക്ക് മെൻ്റൽ ടോർച്ചറിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി വന്ന് കിടന്നതാണ്. പിന്നെ 14 ദിവസത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടില്ല. എനിക്ക് തല പൊങ്ങുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ 14 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ എല്ലും തോലുമായി. അതിലിടക്ക് ഡോക്ടറെ അടുത്തൊക്കെ കൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ റിക്കവറായിട്ട് വന്നു. അവിടുന്ന് രക്ഷപ്പെട്ട്. അതിന് ശേഷം പിന്നെ എനിക്ക് ഗൾഫിൽ നിന്ന് വേറൊരു ഇപ്പം 2007 ഇതേമാതിരി തന്നെ കാലിന് സ്വാധീനമില്ലാതായി. എഴുന്നേക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന എൻ്റെ ക്ലോസ് ഫ്രണ്ട്, അതാണ് എൻ്റെ ദൈവം, കൺകണ്ട മനുഷ്യ ദൈവമാണത്. അപ്പോൾ അവനെപ്പോഴും പറയാറുണ്ട്, നിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഒരു മാസം എനിക്ക് ഈ കാല് ഇങ്ങനെ പൊങ്ങുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഏച്ച് എഴുന്നേറ്റ് വരും. അങ്ങനെ അതും ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് അതിനെ കൊണ്ടൊന്നും ഫലം ഉണ്ടായിട്ടില്ല. അങ്ങനെ അതും ഓട്ടോമാറ്റിക്കായിട്ട് മാറി. പിന്നെ ഞാൻ ഈ കോമരത്തിലേക്ക് വരാം. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു 20 പ്രാവശ്യത്തിൽ അധികം ഞാൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല.
അപ്പോൾ കോമരം പറഞ്ഞ ഇതാണ്, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഒരു 20 വർഷം മുന്നേ മരിച്ച് മണ്ണാവേണ്ട ആളാണ്, ഇപ്പോഴും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണെന്ന്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കൂട്ടി വായിച്ചപ്പോൾ അത് സത്യമാണ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആയുസ് ഉണ്ടാകട്ടെ.